വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിഫറെന്റ് ആയ ഒരു പ്രോബ്ലത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സെക്സോംനിയ. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇത് പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ഇതെന്താണ്, ഇത് എങ്ങനെ മാനേജ് ചെയ്യണം, കൂടാതെ ഇതിന്റെ സൊല്യൂഷൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ത്രൂ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ക്ലിയർ ആയി മനസ്സിലാക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയി ഒന്ന് ഇരുന്ന് കാണാൻ ശ്രമിക്കൂ. ജനറലി നിങ്ങൾക്ക് ഒരു ഡിസീസ് വരുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവാറ്? മോസ്റ്റ്ലി അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചുറി, ആക്സിഡന്റ് കാരണമാവാം, ഓർ മേ ബി ജനറ്റിക് കാരണവുമാവാം. പക്ഷേ സെക്സോംനിയ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായി ഒന്നും റിലേറ്റഡ് അല്ല. ഇൻസ്റ്റഡ് നമ്മൾ തന്നെയാണ് ഈ ഒരു കണ്ടീഷൻ താനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതും ഉറക്കത്തിലാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിന്റെ പിന്നിൽ ഒരു ഗെയിം ഉണ്ടാവും, മെമ്മറി ഗെയിം. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് നന്നായി ശ്രദ്ധിക്കണം. സെക്സോംനിയ എന്ന ഈ കണ്ടീഷനിൽ ആ മനുഷ്യൻ നല്ല ഉറക്കത്തിലായിരിക്കും, പക്ഷെ ഓട്ടോമാറ്റിക്കലി അയാൾ എക്സൈറ്റഡ് ആവാൻ തുടങ്ങും. എന്നിട്ട് അതിനുശേഷം അയാൾ ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് എത്തും. അങ്ങനെയാണ് സെക്ഷൽ ആക്ടിവിറ്റിയിൽ അയാൾ ഇൻവോൾവ് ആവുന്നത്. ആ ഉറക്കത്തിന്റെ സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അടുത്ത് അയാളുടെ പാർട്ണർ ഉറങ്ങുകയാണെങ്കിലും ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലും അയാൾ ആ സമയത്ത് ഇന്റിമേറ്റ് ആവണം എന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും ഉണ്ടാവുന്നത്. ഇതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയ കാര്യം, അയാൾ രാത്രി ഇങ്ങനെയുള്ള ബിഹേവിയർ ചെയ്തു എന്ന അവയർനെസ് അല്ലെങ്കിൽ മെമ്മറി രാവിലെ എണീക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവില്ല. ചിലർക്ക് നൈറ്റ് ഫാൾ ആണ് സെക്സോംനിയ എന്ന് തോന്നും, ബട്ട് ഇത് സെയിം അല്ല. നൈറ്റ് ഫാളിനെ ടേം ചെയ്യുന്നത് നൊക്ടേണൽ എമിഷൻ എന്നാണ്, ഈവൻ നൈറ്റ് പൊല്യൂഷൻ എന്നും പറയും. അതായത് സെക്ഷൽ ഡ്രീം കാരണം അറൗസൽ ഉണ്ടാവുന്നത്. സ്വപ്നത്തിൽ തന്നെ ഒരു സെക്ഷൽ ഡ്രാമ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. ഇതെല്ലാം ഡ്രീമിലാണ് ആക്ച്വലി നടക്കുന്നത്, പക്ഷെ ഫിസിക്കലി നിങ്ങൾക്ക് നൈറ്റ് ഫാൾ സംഭവിക്കുന്നു. ഇതിനെയാണ് നൈറ്റ് ഫാൾ എന്ന് പറയുന്നത്. എന്നാൽ സെക്സോംനിയ എന്ന് പറയുന്നത് NREM. ഇതൊരു അറൗസൽ ഡിസീസ് ആണ്. മാത്രമല്ല ഇത് സ്ലീപ്പ് ഡിസോർഡർ കൂടിയാണ്. NREM, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്. ഈ ഇൽനെസ്സിൽ ഉറക്കത്തിലാണെങ്കിലും ശരിക്കും നടക്കുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് ഈ കണ്ടീഷൻ. കണ്ണിന്റെ മൂവ്മെന്റ് റാപ്പിഡ് ഒന്നും ആയിരിക്കില്ല. ഇത് സംഭവിക്കുന്നത് അയാളുടെ ഡീപ് സ്ലീപ്പിൽ തന്നെയാണ്. പെട്ടെന്ന് ആ വ്യക്തി എക്സൈറ്റഡ് ആവും, എന്നാൽ അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ആരാണോ ആ സമയത്ത് അയാളുടെ കൂടെ കിടക്കുന്നത് അവരോട് അയാൾ സെക്ഷലി പെരുമാറും, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഹാബിറ്റ് എങ്കിൽ ഉറക്കത്തിൽ തന്നെ അയാൾ മാസ്റ്റർബേറ്റ് ചെയ്യും. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഡിസീസ് ആണ്. കാരണം ഇവിടെ ചെയ്ത വ്യക്തിക്ക് തന്നെ താൻ എന്ത് ചെയ്തു എന്ന് ഓർമ്മയുണ്ടാവില്ല. ഒന്നുകിൽ രാത്രിയുടെ ഡ്രസ്സ് കാരണം ഇങ്ങനെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നു എന്ന് അയാൾക്ക് ഒരു സിഗ്നൽ കിട്ടും, അല്ലെങ്കിൽ കൂടെ കിടന്ന വ്യക്തിയായിരിക്കും ഈ കാര്യം അയാളോട് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അയാൾ ഒരു മാരീഡ് പേഴ്സൺ ആണ്, കൂടെ ഉണ്ടായിരുന്നത് പാർട്ണർ ആയിരുന്നു എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പ്രശ്നമില്ല എന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ അത്രയ്ക്കും പ്രോബ്ലമാറ്റിക് ആവില്ല. എന്നാൽ അയാൾ അൺമാരീഡ് പേഴ്സൺ ആണെങ്കിൽ, കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ലാത്ത വ്യക്തി ആയിരുന്നെങ്കിൽ അത് അയാൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ ഡിസീസ് ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ ആണെന്ന് പറയാൻ കാരണം. പല ഫോറിൻ കൺട്രീസിലും ഇതിനെ ഒരു ക്രൈം ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ലോജിക്കൽ എക്സ്പ്ലനേഷൻ കാരണം ഇതൊരു സെക്ഷൽ, മെന്റൽ ഓർ സ്ലീപ്പ് ഡിസോർഡർ ആണെങ്കിലും അവർ അതിനെ ഒരു ക്രൈമായി തന്നെയാണ് കണ്ടുവരുന്നത്. ഒരു സെക്ഷൽ അസാൾട്ട് പോലെ, റേപ്പ് കേസ് പോലെ. നമുക്കിതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാക്കാം. നിങ്ങളുടെ ബ്രെയിൻ ഒരു മിറർ പോലെയാണ്. സോ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഏത് ഇൻഫർമേഷൻ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കളക്ട് ചെയ്യുന്നത് പോണോഗ്രഫി ടൈപ്പ് കണ്ടന്റ്സ് ആണെങ്കിൽ ആദ്യം അത് നിങ്ങളുടെ ഇമോഷണൽ സെന്റർ അമിഗ്ഡാലയെ ആണ് നശിപ്പിക്കുന്നത്. അതായത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് നെഗറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. സോ ഫ്രീക്വന്റ് ആയി നിങ്ങൾ റോങ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടേയിരുന്നാൽ ആ നെഗറ്റീവ് ഇമോഷൻസിന്റെ ഇന്റൻസിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. ഇത് മെല്ലെ നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്ങിനെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഹിപ്പോകാമ്പസിന്റെ റോളാണ്. ഇതാണ് നിങ്ങളുടെ മെമ്മറീസിനെ ഫോം ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ആൻഡ് പ്രോസസ് ചെയ്യുന്നതും. സോ നിങ്ങൾ ഓൾറെഡി കുറെ നെഗറ്റീവ് മെമ്മറീസ് ആണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ അമിഗ്ഡാല എന്ന പാർട്ടും ഓവർ ആക്റ്റീവ് ആയി, പ്ലസ് നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ഡാമേജ് ആയി. പക്ഷെ ചില സമയത്ത് ഈ മെമ്മറീസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് അത് നിങ്ങളുടെ ഡീപ് സ്ലീപ്പിൽ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. അതെല്ലാം നിങ്ങൾക്ക് റിയൽ ആയി നടക്കുന്ന പോലെ ഫീൽ ആവും. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ അതൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും ആ സമയത്ത് അതെല്ലാം നിങ്ങൾക്ക് അത്രയ്ക്കും റിയൽ ആയ കാര്യങ്ങളായിരിക്കും. സോ എങ്ങനെയാണ് ഈ നെഗറ്റിവിറ്റിയെ ബ്രെയിനിൽ നിന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഹോണസ്റ്റ് ആയി പറഞ്ഞാൽ ഇതിന് പ്രസന്റ്ലി ഒരു ക്യൂറും ഇല്ല. എവിടെ പോയാലും എത്ര മെഡിസിൻസ് ട്രൈ ചെയ്താലും ഹിപ്പോകാമ്പസിൽ സ്റ്റോർ ആൻഡ് പ്രോസസ് ആവുന്ന നെഗറ്റീവ് മെമ്മറീസിനെ ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, കറക്റ്റ് യുവർ ബ്രെയിൻ വിത്ത് ഗുഡ് ഇൻഫർമേഷൻസ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് മെമ്മറീസ്, സെക്ഷൽ മെമ്മറീസിനെ എല്ലാം റിമൂവ് ആക്കാൻ വേണ്ടി ഒന്നാമത്തെ ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നല്ല മെമ്മറീസ് കളക്ട് ആവാൻ തുടങ്ങും. അങ്ങനെ മെല്ലെ അത് സ്റ്റോർ ആവും, പ്രോസസ് ആവും. മൂന്നാമത്തെ
കാര്യം അഫർമേഷൻ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആസ് എ കമ്മ്യൂണിറ്റി കുറെ കാലമായി എക്സ്പേർട്ട് മെന്റേഴ്സിനെ വെച്ച് വളരെ സയന്റിഫിക് ആയ രീതിയിൽ 21 ദിവസത്തെ കോഴ്സ് കൊണ്ട് പലർക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെറും ഒരു സൂപ്പർഫിഷ്യൽ ആയ കോഴ്സ് അല്ല, മറിച്ച് ഇതൊരു എക്സ്ക്ലൂസീവ് ഗൈഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങൾ അറിയുന്നവർക്കോ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട. സുപ്പീരിയർ മെൻ ബിൽഡിംഗ് നിങ്ങളുടെ കൂടെയുണ്ട്. വി അണ്ടർസ്റ്റാൻഡ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ഞങ്ങൾ ഇനിയും കൂടുതൽ ഡെപ്ത് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സും നിങ്ങളെ 100% സർപ്രൈസ് ചെയ്യും. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള റിച്ച് നോളജ്, പ്രാക്ടിക്കൽ സ്കിൽസ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങളെ സപ്പോർട്ട് ആൻഡ് ഗൈഡ് ചെയ്യാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയി നിൽക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ചാൻസ് മിസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ ഇന്ന് തന്നെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യൂ. ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കോൺടാക്ട് ദിസ് നമ്പർ. താങ്ക് യു.